പ്രേത സിനിമകൾ കാണുന്ന ചില ആളുകൾ ആ സിനിമയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ല ആംബിയൻസ് നശിപ്പിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഏതെങ്കിലും പ്രേത സിനിമ കാണാൻ പോയിട്ട് അവിടുത്തെ ഓഡിയൻസ് അനാവശ്യമായിട്ട് കൂക്കി വിളിച്ച് ആ ജംപ് സ്കെയർ സീനൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ സ്പോയിലറായി പോകുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സിനിമകൾ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടൈപ്പ് ഓഫ് ഓഡിയൻസ് വരാറുണ്ട്. അവർക്കറിയാത്തൊരു പ്രേത സിനിമയാണ്, ഇതിലെന്തൊക്കെ എലമെൻസുകൾ ഉണ്ടാവും അതൊക്കെ അവർക്കറിയാം. എന്നാലും ചിലർ എന്ത് ചെയ്യും, വെറുതെ അനാവശ്യമായിട്ട് കൂക്കുക, അനാവശ്യമായിട്ട് കമൻ്റ് അടിക്കുക. ഇതൊക്കെ ആ ഒരു സിനിമയുടെ ഒരു ടോട്ടൽ നമുക്ക് എക്സ്പീരിയൻസിനെ താഴ്ത്തും. നമ്മൾ ഈ കൈയടിക്കുന്നതും കൂക്കുന്നതും അല്ലെങ്കിൽ പല കമൻറ്റുകൾ അടിക്കുന്നതും ഒക്കെ നമുക്ക് ഒന്നല്ലെങ്കിൽ കോമഡി സിനിമകൾ അല്ലെങ്കിൽ നല്ല മാസ് മസാല സിനിമകൾ, ഈ സിനിമകൾക്കത് ഭയങ്കര നമുക്കത് എൻജോയ് ചെയ്യാനും പറ്റും. കാരണം അങ്ങനത്തെ ഒരു ഓഡിയൻസ് ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും സിനിമ കാണാൻ. പക്ഷേ പ്രേത സിനിമകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഹൊറർ സിനിമകൾ വരുമ്പോൾ അങ്ങനത്തെ ഓഡിയൻസ് നമുക്കൊരു എന്താ പറയുക ബാധ്യതയാവും. പിന്നെ വെറുതെ ചിലർ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആ ഒരു പിന്നെ ഒരു ഇരുട്ടായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അത് തിയേറ്ററിൽ. പ്രത്യേകിച്ച് പ്രേത സിനിമകൾ കാണുമ്പോൾ ആ ഒരു ഇരുട്ട് നല്ല രീതിയിൽ നമുക്ക് നല്ല എഫക്റ്റായിരിക്കും സിനിമ കാണുമ്പോൾ. വരുന്ന സമയത്ത് വെറുതെ കൂവി വിളിച്ച് നശിപ്പിക്കാതിരിക്കുക. ഈ ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏത് സിനിമയുടെ ജോണർ നോക്കിക്കൊണ്ട് അതിന് രീതിയിലുള്ള ഒരു ആസ്വാദന നിലവാരം നമ്മൾ കൊണ്ടുവരും. റിലീസ് വരുമ്പോൾ ഡാൻസ് കളിക്കുക, എക്സൈറ്റ്മെൻറ്റോടെയാണ് സിനിമ കാണാനിരിക്കുന്നത്. നല്ല പ്രതീക്ഷയുണ്ട് നല്ലൊരു സിനിമയാവും. കാരണം രാഹുൽ സദാശിവനാണല്ലോ സംവിധാനം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭ്രമയുഗമൊക്കെ നമ്മൾ കണ്ടാണ്. അതൊക്കെ ഏത് റേഞ്ചിലാണ് നമ്മുടെ നല്ല ഹൊറർ മൂഡിലോട്ട് കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ സിനിമ കാണാൻ പോകുന്ന സമയത്തും എനിക്ക് ഇങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാനീ പറയുന്നത്. പിന്നെ മലയാളത്തിൽ പൊതുവേ പ്രേത സിനിമകൾ വളരെ കുറവാണ്. മറ്റ് ഇൻഡസ്ട്രീനൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവായിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഇറങ്ങുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഇറങ്ങുമ്പോൾ അതിന് അതിൻ്റേതായ രീതിയിൽ ആസ്വദിക്കുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും അതുപോലെ. അപ്പോൾ അതിനെ സ്പോയിലർ ചെയ്യാത്ത രീതിയിൽ നല്ല ഒരു ഓഡിയൻസായിട്ട് ബിഹേവ് ചെയ്യുക, ഇത്ര പറയാനുള്ളൂ. ഓക്കെ.